വെൽക്കം ബാക്ക്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് എഴുന്നേറ്റപ്പോൾ തന്നെ മനസ്സിലൊരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയാം. അതിന് മുന്നേ ഞാൻ ഒരു റീല് കണ്ടിട്ടുണ്ടായി. നമ്മളൊരു ഫേസ് മാസ്കിൻ്റെ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല റിസൾട്ട് ഉണ്ടാവും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തോന്നി. പിന്നെ അതിൽ ഉള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ എന്താ പറയുക നമ്മുടെ വീട്ടിലത്തെ സംഭവങ്ങൾ തന്നെ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള കാരണം അത്ര എക്സ്പെൻസും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ ട്രയൽ ചെയ്ത് നോക്കിട്ടോ. കാരണം ഞാൻ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാനത് ജസ്റ്റ് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതവിടെ നിൽക്കട്ടെ. റിസൾട്ട് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഈ ഒരു ഫേസ് മാസ്കിൻ്റെ റിസൾട്ട് കാണാം. ഓക്കെ. അപ്പോൾ എന്താ പറയുക, പറഞ്ഞു വന്നത് എൻ്റെ ഗോളിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി വർക്കൗട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടോ. അപ്പോൾ തോന്നൽ പിന്നെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അതറിയാലോ. അത് ആ തോന്നലിൽ നിന്ന് നമുക്കതൊരു ആക്ഷൻ ആക്കിയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. അത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ ഗോൾ എന്ന് പറയുമ്പോൾ എൻ്റെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഞാനിതാ ഒരു 10 മാസമായി. ഒക്ടോബറിലേക്ക് ഒരു 10 മാസമായി ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബിനെ കുറിച്ച് വലിയ ധാരണയോ കാര്യങ്ങളോ എനിക്ക് കറക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിരുന്നു. അത് പിന്നെ പക്ക ഫ്ലോപ്പായി അതങ്ങനെ പോയി. അപ്പോൾ ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് എൻ്റെ എന്താ പറയുക, എൻ്റെ എല്ലാ എനർജീസും കാര്യങ്ങളും ഞാൻ എൻ്റെ യൂട്യൂബിലേക്ക് കൊടുത്തിട്ട് അതിന്ന് എനിക്ക് നല്ല റിസൾട്ട് മേക്ക് ചെയ്തെടുക്കണം എന്നുള്ളൊരു ഗോളാണ് ഇപ്പോൾ എൻ്റെ കറൻറ്റ്ലി ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന പോലെയാണ് എനിക്ക് യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ എനിക്കുള്ളത് കേട്ടോ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്ലാന്റിങ്ങും ഫാമിങ്ങും കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ചെടീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ഒരു റോസാ ചെടി ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സാലറി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ നഴ്സറി പോയിട്ട് അവിടുന്ന് ചെടികൾ വാങ്ങാറുണ്ട്. അപ്പോൾ ആ ഒരു ചെടിയിൽ നിന്ന് ഒരു ഫ്ലവർ ഉണ്ടാവുന്ന വരെ ഞാൻ അതിനെ നന്നായി ട്രീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു ഫ്ലവർ ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു ഫ്ലവറാണ് എൻ്റെ യൂട്യൂബിൽ എൻ്റെ ഓരോരോ സബ്സ്ക്രൈബേഴ്സും ഓരോരോ വ്യൂസ് എന്നും പറയുന്നത് കേട്ടോ. ബിക്കോസ് എനിക്ക് ഓരോരോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്തോറും എൻ്റെ യൂട്യൂബിനോടുള്ള സ്നേഹവും കരുതലും ഭയങ്കരമാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോൾ അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. ആ ഒരു ചെടീനെ ഞാൻ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ യൂട്യൂബിലും ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ ഈ ദിവസം മുതൽ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗോൾ ചെറുതോ വലുതോ ഏതും തന്നെ ആയിക്കോട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സക്സസ് അവിടെ തുടങ്ങി എന്നാണ് പൊതുവേ പറയാറ് അല്ലേ. ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ഇയേഴ്സ് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ടൈമിലില്ലാത്ത ഒരു ഹാപ്പിനെസ്സും ആ ഒരു ഒരു ഫീൽ ഉണ്ടാവില്ലേ, നമ്മൾ റിസ്ക് എടുത്തിട്ട് നമ്മുടെ ഗോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാണ്, നമുക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടാവില്ലേ നമുക്ക് ഓരോ നിമിഷവും. ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴാണെങ്കിലും ഓരോ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഓരോ കമൻറ്റ്സ് വരുമ്പോഴാണെങ്കിലും ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ലേ. നമ്മൾ സേഫ് സോണിൽ നിന്ന് മാറി നിന്നിട്ടായിരിക്കും നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ടാവുക. അതായത് നമുക്ക് പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. നമ്മളൊരു ഒപ്പീനിയൻ എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് നമുക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ പല പല ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും, നീ ഇങ്ങനെ ചെയ്യേണ്ട, അത് നല്ലതിനല്ല, അങ്ങനെ കുറേ ഒപ്പീനിയൻസ് ഉണ്ടാവുമല്ലോ. ആ ഒപ്പീനിയൻസിനൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്തിട്ട് നമ്മുടെ ഒരു ഒപ്പീനിയനിൽ മുന്നോട്ട് പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞ് എന്താ പറയുക റിസൾട്ട് ആണെങ്കിലും അതിലൊക്കെ നമ്മൾ ഭയങ്കര പ്രൗഡായിരിക്കും അല്ലേ. എൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഭയങ്കര പ്രൗഡാണ്. എന്നിൽ തന്നെ ഞാൻ ഫീൽ ഗുഡാണ്. സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അങ്ങനെ ഞാൻ എൻ്റെ ക്യാരക്ടറിൽ ഒരുപാട് ചേഞ്ചസ് ആണ് എനിക്കുണ്ടായിട്ടുള്ളത് കേട്ടോ. അതിന് വേണ്ടി കുറേ റെഫറൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, കുറേ നെഗറ്റീവ് ആവുന്ന സമയത്ത് ഞാൻ എന്നെ തന്നെ മോട്ടീവ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ അഫോർമേഷൻസ് ചെയ്യാറുണ്ട്. ഞാൻ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. മുന്നത്തെ ഒരു ഞാൻ നിന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട ഗോളിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ടൈമിലും എൻ്റെ ക്യാരക്ടർ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വഴിയെ ഞാൻ ഇനിയും ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു. ബൈ.